നമസ്കാരം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം തുടരുന്നതിനിടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. മലപ്പുറത്ത് ഈ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്ന് പറയപ്പെടുന്ന ഒരു സംഘം തന്നെ ഉണ്ട് എന്നാണ് ഗണേഷ് കുമാറിൻ്റെ വാദം. അവരാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും പ്രതിഷേധം കൊണ്ട് ഒന്നും പിന്മാറുന്ന ഒരാളല്ല താനെന്നുമൊക്കെ ഗണേഷ് കുമാർ പ്രതികരിക്കുന്നുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക് അത് തീയാകുമ്പോൾ അത് ആളിക്കത്തിക്കാൻ ഈ CITU അടക്കമുള്ളവർ മുമ്പിലുണ്ട്. മലപ്പുറത്ത് CIT ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഗീയ കാർഡാണ്. കൈവിട്ട കളിക്ക് നിൽക്കുന്ന സംഘടനയെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയുമൊക്കെ തടഞ്ഞില്ല എങ്കിൽ ഇത് കൈവിട്ടു പോകുമെന്നതിൽ സംശയമില്ല എന്ന് പറയട്ടെ. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ പ്രവർത്തിക്കുന്നുവെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിനെ വളച്ചൊടിച്ച് അതിനെ വർഗീയത പരത്തുകയാണ് ഇവിടെ ഇപ്പോൾ സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രിക്ക് ഒരു പണി കൊടുക്കുവാൻ കാത്തിരിക്കുന്ന CIT എന്ന് പറയപ്പെടുന്ന സംഘവും മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനുമൊക്കെ വീണ് കിട്ടിയ ഒരു ആയുധമാണ് മാഫിയ എന്ന പരാമർശം. അതിട്ടിങ്ങനെ കൊഴുപ്പിച്ച് ഗണേഷിൻ്റെ കസേര തെറിപ്പിക്കുവാനുള്ള ഒരു വലിയ ശ്രമം സർക്കാരിൽ ഒരു കൂട്ടർ അത്തരത്തിലൊരു നീക്കം നടത്തുന്നുമുണ്ട്. കൈവച്ചത് മലപ്പുറത്തായതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ ഗണേഷിനെ കൈയൊഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വോട്ട് ബാങ്ക് തകരുന്ന ഒരു പണിക്കും പിണറായി നിൽക്കില്ല എന്നുള്ളതാണ്. M.V. ഗോവിന്ദൻ ഇപ്പോഴേ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ എന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ആ പരാമർശത്തെ വംശീയമായ എന്നാണ് CITUവിൻ്റെ ആക്ഷേപം എന്ന് പറയുന്നത്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ മറ്റു പലർക്കുമുള്ളൊരു വൈഷമ്യമാണ് മന്ത്രിക്കെന്നാണ് CIT പറയുന്നത്. എന്തൊരു വൃത്തികെട്ട വാചകമാണല്ലേ. CITU കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഗതാഗത വകുപ്പിൽ ഗണേഷ് വന്നതോടെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ഈ CITU എന്ന് പറയപ്പെടുന്ന സംഘടനയ്ക്കാണെന്ന് പറയേണ്ടി വരും. ഇവരുടെ കൈകടത്തൽ ഒന്നും നടക്കുന്നില്ല, അതാണ് പ്രശ്നം. KSRTCയിലേക്ക് ഒരു മുട്ടുസൂചി വാങ്ങിയാൽ പോലും അതിൻ്റെ കണക്ക് മേശപ്പുറത്ത് എത്തണമെന്ന് തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാർ നിർബന്ധം പിടിക്കുന്നത്. ഇതോടെ CITക്കാരുടെ ഈ അടിച്ചുമാറ്റൽ പരിപാടി അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തിരുന്ന CITUവിന് ഒരു വജ്രായുധം പോലെയാണ് ഇപ്പോൾ മാഫിയ എന്ന് പറയപ്പെടുന്ന വാക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ആവേശത്തിൽ വിഷയം കൊഴുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മലപ്പുറം ജില്ലയെ വംശീയമായി അധിക്ഷേപിച്ചുവെന്ന കാർഡിറക്കി കത്തിക്കുകയാണ് ഇപ്പോൾ CITU. വിഷയം ഇതാകുമ്പോൾ പിണറായി വിജയന് മൗനമാണ്. കാരണം അദ്ദേഹം മൗനം പാലിക്കുകയുള്ളൂ. പാർട്ടി സെക്രട്ടറിയും ഇടപെടില്ല. കാരണം വിഷയം മലപ്പുറത്താണ് നടക്കുന്നത്. നിയന്ത്രണം CITUവിൻ്റെ കൈകളിൽ വരും. വിവാദത്തിൻ്റെ ഭവിഷ്യത്ത് അറിയുമായിരുന്നിട്ടും ഈ CITU എന്ന് പറയപ്പെടുന്ന ഈ കാണിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന സമീപനമാണ് എന്ന് പറയേണ്ടി വരുന്നു. എന്നിട്ടും പാർട്ടി ഇവിടെ മൗനം പാലിക്കുന്നുണ്ട്. ആന്റണി രാജു പക്ഷേ ഇപ്പോൾ ആവേശത്തിലാണ് എന്ന് പറയപ്പെടും. കാരണം തന്നെ വെള്ളം കുടിപ്പിച്ച ഗണേശനെ ഇങ്ങനെ തന്നെ കിട്ടണമായിരുന്നു തനിക്ക് എന്ന് തന്നെയായിരുന്നു ആന്റണി രാജുവിൻ്റെ വാദം. ഗതാഗത വകുപ്പിൽ ഗണേഷ് കുമാർ കയറിയതോടുകൂടി വലിയൊരു ഓളം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2.5 കൊല്ലം ഇരുന്നിട്ടും ആന്റണി രാജുവിന് ഉണ്ടാക്കാൻ പറ്റാത്ത ഓളവും ജനകീയ മന്ത്രി എന്ന ലേബലുമൊക്കെ ഗണേഷ് സ്വന്തമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ ഈ ആന്റണി രാജുവിനെ പരസ്യമായി എതിർക്കുകയും വെല്ലുവിളിച്ച് രംഗത്ത് വരികയും ചെയ്തത് ഗണേഷ് കുമാറാണ്. മുൻ മന്ത്രിക്ക് ഇതിൽ പരം അടി കിട്ടാനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ശത്രുക്കൾ നിരവധിയാണ് ഗണേശനെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ് ഗണേശനെതിരെ. കാരണം മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ മറ്റു പലർക്കുമുള്ള വൈഷമ്യം തന്നെയാണ് മന്ത്രിക്കെന്നും CITU പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് തൊപ്പിയും തലേക്കെട്ടുമുള്ളവരോട് ചിലർ പ്രകടിപ്പിക്കുന്ന വൈഷമ്യമാണ് അതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതും മന്ത്രിക്കുണ്ടാവാമെന്ന് CITU പറയുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഈ മലപ്പുറത്തെ മാത്രം എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. CITU ആണ് ഈ പ്രതിഷേധമൊക്കെ ഏർപ്പെടുത്തുന്നതും CITU തന്നെയാണ് ഇതൊക്കെ പറയുന്നത്, അല്ലാതെ മാഫിയ സംഘമല്ല. മന്ത്രിക്ക് വേറെ ഉദ്ദേശങ്ങളുണ്ടാകും. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ അടക്കമുള്ള അവരുടെ വാദങ്ങൾ പലതരത്തിൽ അവർ പറഞ്ഞു പരത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിലൊക്കെ ഈ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. ഇത്തരം സംഘങ്ങൾ മലപ്പുറത്തുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളായതുകൊണ്ടാണ്. ഇവർക്ക് കൂട്ടായിട്ട് ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം വെട്ടിച്ചുകൊണ്ടിരുന്നവരാണ്. അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് പറയുന്നത്. മലപ്പുറം RTO ഓഫീസിൽ നടന്നത് 3 കോടിയുടെ വെട്ടിപ്പാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ അവർ നടപടിയെടുത്തു. വ്യാജ രസീതുണ്ടാക്കി നികുതി വെട്ടിച്ചു എന്നാണ്
ഗണേഷ് കുമാർ പറയുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധമായിട്ട് ഇവരെല്ലാവരും എത്തിയിരിക്കുന്നത്. പരിഷ്കരണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നും പ്രതിഷേധം കണ്ട് പിന്മാറില്ല എന്നും തന്നെയാണ് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ നടത്തുന്ന പ്രതിഷേധമെന്ന് പറയപ്പെടുന്നത് ശക്തമാക്കിയിട്ടുണ്ട്. ആക്കട്ടെ, അതിലൊന്നും വിരോധമില്ല എന്നാണ് മന്ത്രിയും പറയുന്നത്. ടെസ്റ്റ് ഗ്രൗണ്ടുകൾ അടച്ചുകെട്ടിയും ടെസ്റ്റിനുള്ള വണ്ടികൾ വിട്ടുകൊടുക്കാതെയും ഒക്കെയുള്ള പ്രതിഷേധമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഒക്കെ പണിമുടക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ചെയ്യട്ടെ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന് മന്ത്രി പറഞ്ഞു. പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ട്രാക്കുകൾ കേരളത്തിൽ ഒരിടത്തും തയ്യാറായിട്ടില്ല എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. ഇവിടെ CITUയും INTUCയും BMS സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതി, ആ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് മുതൽ ഈ റിവേഴ്സ് പാർക്കിങ്ങും ഗ്രേഡിയൻ്റ് പരീക്ഷണവും ഉൾപ്പെടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ഉത്തരവ്. 4 ചക്ര വാഹനങ്ങൾക്ക് റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും H ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞിരുന്നു. റോഡ് ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ H എടുക്കാൻ അനുവദിക്കുകയുള്ളൂ. നിലവിൽ സംഭവം തിരിച്ചാണ്. അതായത് ടെസ്റ്റ് കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്. പലപ്പോഴും റോഡ് ടെസ്റ്റ് വഴിപാടായിട്ട് മാറുന്നു എന്നുള്ള ഒരു വിമർശനം ഒഴിവാക്കാൻ കൂടിയായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ പരിഷ്കാരം അദ്ദേഹം കൊണ്ടുവന്നത്. മന്ത്രി ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കി നന്നായി വാഹനം ഓടിക്കാനായാൽ H ടെസ്റ്റ് കഠിനമായി തോന്നില്ല എന്നും വിലയിരുത്തലുകൊണ്ട് പുതുതായിട്ട് ഏകദേശം 40 പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട 20 പേർക്കും അടക്കം 60 പേർക്കായിരിക്കും ദിവസവും ടെസ്റ്റ് നടത്തുക എന്നും പറയുന്നുണ്ട്. അതേസമയം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ വളരെ വലിയ ആശയക്കുഴപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പുതിയ തീരുമാനങ്ങളിൽ ഗതാഗത കമ്മീഷണർ അദ്ദേഹം ഇതേവരെ ഒരു സർക്കുലർ പോലും ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതേ തുടർന്ന് ഇപ്പോൾ പ്രതിദിനം എത്ര ടെസ്റ്റുകൾ നടത്തണമെന്ന ഒരു കാര്യത്തിൽ ഈ RTOമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് പിടുത്തമില്ല എന്താണ് ചെയ്യേണ്ടത്. എന്നാൽ മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മാഫിയ സംഘമുണ്ടെന്ന ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിൻ്റെ വാദം വലിയ പ്രതിഷേധത്തിനുണ്ടാക്കുന്നുണ്ട്. ആ പരാമർശത്തിനെതിരെ ഇപ്പോൾ മുസ്ലിം ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിൽ മുഴുവൻ നടന്ന സമരത്തിൽ മലപ്പുറത്തെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PM.S. സലാം അടക്കം ചോദിക്കുന്നത്. മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് പ്രത്യേക അസുഖം വരാറുണ്ട്. ഇതൊക്കെ വാദപ്രതിവാദങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ RSSും BJPയും തുടങ്ങി വെച്ചത് CPMും ഇടതുമുന്നണിയും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണമൊക്കെ ഉന്നയിക്കുന്നത് എന്നും ഇത് എതിർക്കപ്പെടേണ്ടതാണ് എന്നും ഭരിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ വകുപ്പ് കിട്ടിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതുമെന്നൊക്കെ മുസ്ലിം ലീഗ് പറയുന്നുണ്ട്. ഗതാഗത വകുപ്പിൽ നടക്കുന്നത് തുഗ്ലക് പരിഷ്കാരങ്ങളാണ് എന്നും ഭരണവീഴ്ചയുടെ ഉത്തരവാദിത്തം മലപ്പുറത്തിൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട എന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മേയർ ഡ്രൈവർ തർക്കത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ഒരു ശ്രമമാണ് മന്ത്രിയുടേതെന്നൊക്കെ സംശയിക്കുന്നുണ്ടെന്നൊക്കെ PM.S. സലാം വച്ചു കാച്ചുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരർത്ഥമില്ല എന്ന് പറയട്ടെ. കാരണം ഒരു മന്ത്രി 2.5 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചിരുന്നല്ലോ, ആന്റണി രാജു. ആ ആന്റണി രാജുവിൻ്റെ കാലത്തുണ്ടാകാത്ത പരിഷ്കരണങ്ങൾ ഗണേഷ് കുമാർ മന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗണേശനെതിരെ ഇവിടുത്തെ എല്ലാ സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്? ഒരാൾ ചെയ്യുന്ന ശരികളെ ആ ശരികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഗണേശൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുക, ഗണേഷ് കുമാർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ തുറന്നടിക്കുക. അത് മാധ്യമങ്ങളാണെങ്കിലും ശരി, പൊതുസമൂഹമാണെങ്കിൽ. അപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പരിഷ്കരണങ്ങൾ നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ വളരെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് KV ഗണേഷ് കുമാർ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. ആ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടതാണ്. പക്ഷേ അത് നടപ്പിലാക്കാൻ എടുക്കുന്ന ഒരു സമയം, ഒരു കാലതാമസം അത് ഉദ്യോഗസ്ഥരുടെ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാൻ കഴിയാത്ത വണ്ണം ഉദ്യോഗസ്ഥ വൃന്ദം ഈ സംഘടനകൾക്കിടയിൽ പെടുന്നു. അതായത് രാഷ്ട്രീയക്കാരുടെ മേലാളന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരന്മാരുടെ അടിയാളന്മാരായി തീരുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനുണ്ട് എന്ന് തന്നെയാണ് മന്ത്രിയും തുറന്നടിക്കുന്നത്. ഗതാഗത വകുപ്പിനുള്ളിലെ മോട്ടോർ വകുപ്പിനുള്ളിലെ തന്നെ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് വളരെ നേരിട്ടിറങ്ങിക്കൊണ്ടാണല്ലോ ഗണേഷ് കുമാർ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം അത് നേരിട്ടിറങ്ങി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലേക്ക് ഇറങ്ങുകയും കൈക്കൂലി അടക്കമുള്ളവ നിർത്തലാക്കുന്നതിന്, അഴിമതി അടക്കമുള്ളവ നിർത്തലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഗണേഷ് കുമാറിനെതിരെ പഴിചാരിക്കൊണ്ട് അദ്ദേഹത്തിനെ ഏത് വിധേനയും മന്ത്രിസ്ഥാനത്ത് നിന്ന് പിടിച്ചു പുറത്താക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ പോലും കേരളത്തിലടക്കം അങ്ങോളം ഇങ്ങോളം അടക്കുന്ന പ്രശ്നങ്ങളിലാണ് അദ്ദേഹം മലപ്പുറത്തുമുണ്ട് ഇത്തരത്തിലുള്ള മാഫിയകളെന്ന് പറയപ്പെടുന്നത്. എല്ലായിടത്തുമുണ്ട് ഈ മാഫിയകൾ, എവിടെയാണ് ഇല്ലാത്തത്? എല്ലായിടത്തുമുണ്ട് ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തപ്പെടുന്ന മാഫിയകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഗണേഷ് കുമാർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് കാസർഗോഡ് മുതൽ ഇനി തിരുവനന്തപുരം വരെയും അത്തരത്തിലുള്ള മാഫിയകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തപ്പെടുന്ന, ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയ സംഘത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് പരിശീലനം നേടലടക്കമുള്ള, ഡ്രൈവിംഗ് ലൈസൻസ് നേടലടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു വരുന്നത്. അത് ഉദ്യോഗസ്ഥരും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥരും തമ്മിലുള്ള ഒരു ബാന്ധവമുണ്ട്. ആ ബന്ധത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം നടക്കുന്നത്. ആ അവിഹിത ബന്ധം ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ഗണേഷ് കുമാറിനെതിരെ CITUവും INTUCയും BMSും അടക്കമുള്ള സംഘടനകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പൊരുതിയാലും, അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മന്ത്രിപ്പണി തെറിപ്പിക്കാൻ ശ്രമിച്ചാലും, അദ്ദേഹം ചെയ്തു വെക്കുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ നല്ല മനസ്സോടുകൂടി ഓർക്കേണ്ടതാണ്. വികസന പരിഷ്കാരങ്ങൾ, പുതിയ പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ആ പരിഷ്കരണങ്ങളെ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതല്ല. പിന്നെ ഇവിടെ മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ സർക്കാരും മലപ്പുറത്തെ ചൊറിഞ്ഞതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും മാത്രമാണ്. ന്യൂനപക്ഷങ്ങളോട് ഇത്തരത്തിലുള്ള പ്രീണനം നടത്തുന്ന ഒരു സംവിധാനത്തിൻ്റെയും ആവശ്യമില്ല. തെറ്റാര് കാട്ടിയാലും അത് വിളിച്ചു പറയുക തന്നെയാണ് വേണ്ടത്. പകരം ഇവിടെ പലപ്പോഴും ഗണേഷ് കുമാർ സ്വീകരിക്കുന്ന നടപടികളെയാണ് ഈ CIT അടക്കമുള്ളവർ ചോദ്യം ചെയ്യപ്പെടുന്നത്, CPM അടക്കമുള്ളവർ ചോദ്യം ചെയ്തത്. കാരണം ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ ഗണേഷ് കുമാർ സ്വീകരിക്കുന്ന നടപടികൾ. ഇപ്പോൾ തന്നെ മേയറുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് എന്ന് പറയപ്പെടുന്ന MLAയും വഴിയിൽ തടഞ്ഞു നിർത്തി യദു എന്ന് പറയപ്പെടുന്ന ഡ്രൈവർക്കെതിരെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കേരള സമൂഹം കണ്ടതാണ്. പക്ഷേ അതിനെതിരെ മന്ത്രി സ്വീകരിച്ച നിലപാടുകൾ, നടപടികൾ എന്ന് പറയപ്പെടുന്നത് ആ ഡ്രൈവർക്ക് അനുകൂലമാകുന്ന തരത്തിലായിരുന്നു. മാത്രമല്ല ആ ബസ്സിനുള്ളിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരെ അടക്കം അവരെ കണ്ട് പരിശോധന നടത്തി അവരോടൊപ്പം അവരുടെ മൊഴികളടക്കം കേട്ടതിന് ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് മന്ത്രി പോകുന്നത്. ഒരിക്കലും മേയറിൻ്റെ ഭർത്താവായിട്ടുള്ള MLAയ്ക്കോ കൂട്ടുനിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഗണേഷ് കുമാർ എടുത്തിരുന്നില്ല. സ്വന്തം സർക്കാർ നിൽക്കുമ്പോഴും ആ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും വളരെ മാന്യമായ രീതിയിൽ പെരുമാറിയ ഗണേഷ് കുമാറിനെ ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിണറായി വിജയൻ്റെ പാർട്ടിയും CITക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ എത്രയൊക്കെ നിങ്ങളിങ്ങനെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ചാലും ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ ജീവിതം മാറ്റിവെക്കൂ. അദ്ദേഹത്തിന് അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടായിരിക്കാം, അത് മാറ്റിവെക്കൂ. പക്ഷേ അദ്ദേഹം മന്ത്രി എന്നുള്ള പദവിയിലിരുന്നു കൊണ്ട് ആ പദവി അദ്ദേഹം ദുരുപയോഗം ചെയ്യാതെ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്കും അതിനെ നമ്മൾ കൈതട്ടി അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്, ശ്ലാഘനീയമെന്ന് പറയേണ്ടത് തന്നെയാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മന്ത്രിപ്പണി തെറിപ്പിക്കാൻ നടത്തുന്ന CPMൻ്റെയും CITയുടെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെയും പ്രവർത്തനങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ.